ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇൻഫാക്റ്റ് ഐ ഷുഡ് സേ ഞങ്ങൾ അടിപൊളിയായിട്ടും എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് ബൈ ഗോഡ്സ് ഗ്രേസ്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടു, സോ യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. യെസ്, ഡാഡിയും മമ്മിയും യു കെയിലേക്ക് വരികയാണ്. എന്താ പറയുക, ഇപ്പോൾ ഇവിടെ സമ്മർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും പേരൻസിനെ കൊണ്ടുവരാൻ തുടങ്ങും. സോ ഇത്തവണ വീണ്ടും നമ്മൾ പേരൻസിനെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഡാഡി കമ്മിങ് ടു യു കെ. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡാഡിയെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ, ദാറ്റ് ഈസ് 2021 കല്യാണം. ഈ സമയത്തിനുള്ളിൽ തന്നെ ഒന്ന് രണ്ട് പ്ലാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മീറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഒന്ന് നാട്ടിൽ മീറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ചില ലൈക്ക് അൺസീൻ സർക്കംസ്റ്റൻസസ് കാരണം ഞങ്ങൾക്കും പോകാൻ പറ്റിയില്ല, അവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ഡാഡിക്ക് എസ്പെഷ്യലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും ഡിലേ വന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ 4.5 വർഷം കഴിഞ്ഞാണ് ഞാൻ ഡാഡിയെ ഇന്ന് കാണാൻ പോകുന്നത്. മമ്മി പിന്നെ കഴിഞ്ഞ വർഷം സേ ഉണ്ടായ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ മമ്മി ഈ പ്രാവശ്യം വരുമ്പം സേ 12 മന്ത്സ് അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ബബ്ലി സ്റ്റേജ് ആയതുകൊണ്ട് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അവർ ഇപ്പം ജോബിൽ പോയേക്കും കേട്ടോ. അവരിവിടെ ഉച്ചയ്ക്കത്തെ 3:54 ആകുമ്പോഴാണ് ഹീത്രൂയിലാണ് ലാൻഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അൺലൈക്ക് ദി അതർ ടൈംസ് ഈ പ്രാവശ്യം ഇച്ചിരി സമയം എടുത്തു. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ബാങ്ക് ഹോളിഡേയ്സ് കയറി വന്നു, പിന്നെ വീക്കെൻഡ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ആ ഒരു ഡിലേ വന്നത് കേട്ടോ. അപ്പം ആ സമയത്തിനുള്ളിൽ തന്നെ മമ്മിയുടെ ലീവും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു വിസ കിട്ടിയ ഉടനെ തന്നെ ഈ കയറി പോരട്ടെ അങ്ങനെ. അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾ വരെ മാഞ്ചസ്റ്ററിൽ ആഴ്ചയിൽ 1-2 ഫ്ലൈറ്റ്സ് എപ്പോഴും വരുമായിരുന്നു. ഇപ്പോൾ അത് വൺസ് ഇൻ എ വീക്കാക്കി. അപ്പോൾ വൺസ് ഇൻ എ വീക്ക് എന്ന് പറയുമ്പം ഇവരുടെ വിസ കിട്ടുന്നത് സൺഡേയിലായിരുന്നു. കഴിഞ്ഞ സൺഡേയിലാണ് വിസ കിട്ടിയത്. ആ സൺഡേയിലായിരുന്നു മാഞ്ചസ്റ്ററിലേക്കുള്ള ഫ്ലൈറ്റ്. പിന്നെയും അടുത്തൊരു മാഞ്ചസ്റ്റർ ഫ്ലൈറ്റ് നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്ക് യു അനദർ വീക്ക്. ആൻഡ് മമ്മിയുടെ ലീവ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് പോരാമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഹീത്രൂവേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഈ പറയുന്ന ഹീത്രൂയിലാണെങ്കിൽ എല്ലാ ദിവസവും ഫ്ലൈറ്റ്സ് ഉണ്ട്. 1-2 ചില ദിവസം 3 ഫ്ലൈറ്റ്സ് വരെയുള്ള ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹീത്രൂ ഈ പ്രാവശ്യം വരുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഉറക്കെ സംസാരിക്കാത്തതിൻ്റെ മെയിൻ റീസൺ സ്ലീപ്പിംഗ് അപ്സ്റ്റേഴ്സ്. അപ്പോൾ എനിക്ക് അവളുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല. അവളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയാൽ പിന്നെ അവൾ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അവളുടെ നോർമൽ സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഡാഡി മമ്മിയൊക്കെ വരുമ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സന്തോഷമായിട്ട് ഇരുന്നോളുമല്ലോ. അവൾക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും അതിനൊന്നും ക്ലിപ്സ് ഞാൻ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുക്കിങ്ങിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടേ ഇല്ല. കാരണം പെട്ടെന്നൊരു പ്രഷർ കുക്കർ ബിരിയാണി സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ജോബിൽ പോകുന്നതിന് മുന്നേ വേണം എനിക്കിതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ രാത്രി 2 o'clock ആക്കിയപ്പം കയറ്റി വെച്ചു. 2 o'clock ഇന്നലെ രാത്രി. കാരണം ജോബിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ചു. പിന്നെ അവൾ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിരുന്നു. അവളൊന്ന് ഉറങ്ങി വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് കിച്ചണിൽ വന്നിട്ട് മാരിനേഷനൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് രാവിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ടാണ് ഞാനും ഒന്ന് ഫ്രഷായി, കുഞ്ഞും ഫ്രഷായി, ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയതിന് ശേഷമാണ് ജോബി ലണ്ടനിലേക്ക് തിരിച്ചത്. അപ്പം അതിൻ്റെ 1-2 ക്ലിപ്സൊക്കെ ഞാൻ ഇവിടെയൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. അൾട്ടിമേറ്റ്ലി എനിക്ക് അവരവിടെ നിന്ന് വരുന്നത്, അതായത് എയർപോർട്ടിൽ നിന്ന് വരുന്ന ഇറങ്ങി വരുന്ന ആ ഒരു ക്ലിപ്പ് എടുത്താണ് നിങ്ങളെ കാണിക്കാൻ താല്പര്യം. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയില്ലല്ലോ. പിന്നെ ജോബിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. കിട്ടിയാൽ ഞാൻ കാണിക്കാം, ഓക്കെ. പിന്നെ വീട്ടിൽ വന്ന് കയറുമ്പോൾ സെയിനെ കാണുമ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ എന്തായിരിക്കും, സ്പെഷ്യലി സെയിലിനെ കാണുമ്പോൾ എന്തായിരിക്കും ഡാഡിയുടെ മമ്മിയുടെ ഒരു എക്സ്പ്രഷൻ എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഒത്തിരി കാണാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, ഓക്കെ. സെയിനെ ഡാഡി ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. കുഞ്ഞു ഭാവയായിരുന്നപ്പം അമ്മ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റിയാൽ ഞാനതും ഈ വീഡിയോയുടെ അകത്ത് ഷെയർ ചെയ്യാം, ഓക്കെ. കാഴ്ചകൾ കാണാൻ സ്റ്റേ ട്യൂൺഡ്.
ജോബിൽ പോകുന്നതിന് മുന്നേ രാവിലെ എനിക്ക് തന്നെ ബിരിയാണി അങ്ങ് സെറ്റപ്പ് ചെയ്ത് കേട്ടോ. പ്രഷർ കുക്കർ ബിരിയാണിയാണേ. അപ്പം ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഈ ചിക്കൻ്റെ മസാലയെല്ലാം മാരിനേറ്റ് ചെയ്ത് ലാസ്റ്റ് നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമുക്ക് രാവിലെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പം ചിക്കൻ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പ്രഷർ കുക്കർ ബിരിയാണിയായിരുന്നു ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുക്കിംഗ് കൂടാതെ നമ്മൾ വീടൊന്ന് ഒതുക്കി പറക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഫുൾ ഹൗസ് ഒന്ന് ഒതുക്കി പറക്കി. പിന്നെ നമ്മുടെ ഈ ഒരു റൂം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം ഇതുവരെയായിട്ടും ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പേരൻസാണ് ഫസ്റ്റ് ടൈം വരുമ്പം അവരാണ് ഈ റൂം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഒന്നും റെഡിയാക്കി വെച്ചു. ആൻഡ് യെസ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനിയിപ്പം നമുക്ക് അവർ വരുന്നതിൻ്റെ ക്ലിപ്പൊക്കെ കാണാം കേട്ടോ. പേരൻസ് എത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ അടുത്ത ആൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്ററാണ് വിദ്ദു. അവൾ 10 ദിവസത്തെ ലീവിനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ജോബിയും ഡാഡിയും കൂടെ യോർക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോവുകയാണ് വിദ്ദുവിനെ പിക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, ശ്രേയയ്ക്ക് ഈ പ്രാവശ്യം നമ്മുടെ കൂടെ കൂടാൻ പറ്റിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് ഒരു പുതിയ ജോബിലേക്ക് അവൾ കയറിയോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആനുവൽ ലീവിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ ആ പ്ലാൻ ഒന്ന് ഇച്ചിരി പോസ്റ്റ്പോൺ ചെയ്യാമെന്ന് വെച്ചത്. ഈ ക്ലിപ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തോരം സന്തോഷം നിറഞ്ഞ മൊമെൻറ്റ്സ് ആണ്. കാരണം ഞാൻ ഇത് മ്യൂട്ട് ചെയ്തേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഭയങ്കര ആലയും ചിരിയും കൂവലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത് എന്താ പറയുന്നത്, അതൊരു സുഖം വരുമോ ഇല്ലയോ എന്നറിയുമ്പോഴത്തോണ്ടാണ് അതങ്ങ് മ്യൂട്ട് ചെയ്യാമെന്ന് വെച്ചത്. ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയല്ലേ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി റീജോയിൻ ചെയ്യുമ്പോൾ. അപ്പം യെസ്, ഇനി നല്ല നിമിഷങ്ങളുമായിട്ട് പെട്ടെന്ന് ഒരു നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സെയിലൻ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡാഡിയും മമ്മിയും വിദ്ദു എല്ലാവരും കൂടി ചേർന്ന് വന്നത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല നിമിഷങ്ങളുമായിട്ട് പിന്നെയും പെട്ടെന്ന് തന്നെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. Until then, take care, God bless and bye.